ഹേയ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ ഇന്ന് കുറച്ചൊരു ഗ്രോസറി ഷോപ്പിങ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ ഇപ്പം സമൂസ വാങ്ങാൻ നിൽക്കുക. ഞാൻ വിഷ്ണുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സോ അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ബായ്. സാധാരണ നമ്മൾ വീക്ക്ലി ഷോപ്പിംഗ്സ് ഒക്കെ ചെയ്യാറ് ഒന്നുകിൽ കോസ്കോ അല്ലെങ്കിൽ സൂപ്പർ കനേഡിയൻ സ്റ്റോറിനാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു 2-3 വീക്സ് ആയതേ ഉള്ളൂ നമ്മളൊന്ന് TNT സൂപ്പർ മാർക്കറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. കാരണം അവിടെ കുറച്ചും കൂടി നമ്മൾ ഏഷ്യൻ പ്രോഡക്റ്റ്സ് ആണ് കുറച്ചും കൂടി അവൈലബിൾ. അപ്പോൾ ദേ കാണുന്ന പല തരത്തിലുള്ള ന്യൂഡിൽസ് ഫ്ലേവേഴ്സും അവൈലബിൾ ആണ്. ലൈക്ക് സീ ഫുഡ് ന്യൂഡിൽസ് ഉണ്ട്, ബീഫ് വെറൈറ്റീസ് ഉണ്ട്, എഗ് ഉണ്ട്, ഷ്രിംപ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ന്യൂഡിൽസ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കോസ്കോയിലെയും ഈ ഒരു TNT സൂപ്പർ മാർക്കറ്റിനും ഡിഫറൻസ് എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനും വിഷ്ണു മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം കോസ്കോയിൽ വാങ്ങുകയാണെങ്കിൽ എല്ലാം ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമുക്കൊക്കെ കിട്ടാറ്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ നിന്ന് വാങ്ങിച്ച് പോയാൽ മതി. അല്ലെ ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് എങ്ങാനും നാശമായി കഴിഞ്ഞാലൊക്കെ ഉള്ളൊരു ടെൻഷൻ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം വേണമെങ്കിൽ വന്നിട്ട് വാങ്ങിയിട്ട് പോകാവുന്നതേ ഉള്ളൂ. എനിക്കത് മാത്രമല്ല, കുറച്ചും കൂടി റേറ്റ്സ് ഒക്കെ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് കാണാറുണ്ട്. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീക്ക്ലി ഷോപ്പിംഗ് ആണ് ചെയ്യാറുള്ളത്. കാരണം ഇപ്പം അറ്റ് പ്രസൻറ്റ് വിഷ്ണു മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണ്, വീക്ക്ലി ഷോപ്പിംഗ് ആണ് നടത്താറുള്ളത്. സോ എനിക്ക് തോന്നുന്നു TNT സൂപ്പർ മാർക്കറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഇറ്റ്. കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലോസർ റേറ്റ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഫുഡ് ഐറ്റംസ് മാത്രമല്ല അവൈലബിൾ, കുറച്ച് കിച്ചൺ വെയർസും പിന്നെ ഗിഫ്റ്റ് കാർഡ്സും പിന്നെ നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് വേറെ ബ്രാൻഡ്സ് ഒക്കെയാണ്. ബട്ട് നമ്മുടെ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾസ് ആണ്. കണ്ടില്ലേ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. ദേ ഇന്ത്യൻ സ്പൈസസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കോസ്കോയിൽ ഇതൊക്കെ കിട്ടാനും ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് മെനക്കെടണം. ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. എനിക്കൊന്നും ഇതുവരെ ഞാൻ കോസ്കോ പോയപ്പോൾ കണ്ടിട്ടുണ്ടായില്ല. ഇവിടുത്തെ ബേക്കറീസ് ആയാലും അടിപൊളിയാട്ടോ. ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് പേസ്ട്രീസ് ആയാലും കേക്ക് ആയാലും നമുക്ക് കുറച്ച് നോക്കിയെടുക്കാനൊക്കെ പറ്റും. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഒക്കെ നോക്കിയെടുക്കാനൊക്കെ പറ്റും.
ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തളർന്ന് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെച്ചാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പോസിബിളാണ്. കാരണം ഇവിടെ ഒരു സ്മോൾ ബുഫേ തന്നെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് അവിടുന്ന് വേണേൽ കഴിക്കുകയും ചെയ്യാം. ഇനി ടേക്ക് അവേ ആണെങ്കിൽ അതും നടക്കും. ഒരു ഡിഫറെൻറ്റ് ഓപ്ഷനല്ലേ ഇത്. നമ്മൾ സാധാരണ അധികം സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാത്തൊരു ഓപ്ഷനാണ് അവിടെ ഒരു ഒരു സ്മോൾ ബുഫേ സ്പ്രെഡ് ഉള്ളത്. എനിക്കിതൊരു ജസ്റ്റ് ഒരു ഭയങ്കര ഒരു ക്യാച്ചി ആയിട്ട് തോന്നി. ഇത് ഇവിടുത്തെ ബേക്കറി ഓപ്ഷൻസ് ആട്ടോ. എൻ്റെ അടുത്ത് വിഷ്ണു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ അത് എടുക്കട്ടെ ഇതെടുക്കട്ടെ. ബട്ട് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, നമ്മൾ സമൂസ വാങ്ങുന്നുണ്ടല്ലോ, നമുക്ക് സമൂസ മതി, വേറെ ഒന്നും വേണ്ട എന്നൊക്കെ ഒരുപാട് ടെംപ്റ്റിംഗ് ഒക്കെ ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ മാക്സ് ടു മാക്സ് അത് കൺട്രോൾ ചെയ്തു. ഇനി നമുക്ക് മീറ്റ് സെക്ഷനിൽ പോവാം. ഇവിടെയും കുറച്ചൊരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു സർപ്രൈസസ് ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ മീറ്റൊക്കെ എങ്ങനെയാണ് കാണാറെന്ന് വെച്ചാൽ, അവിടെ ഒന്നുകിൽ ഫ്രോസൺ ഫിഷ്, ഫ്രോസൺ മീറ്റൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കാറുണ്ടാവുക. അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള മീറ്റൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്പോട്ടിൽ അവരെടുത്തിട്ട് കവറിലോട്ട് ഇട്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ചിക്കനൊക്കെ നമുക്ക് ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. ചിക്കൻ ആയാലും നമ്മുടെ മത്തി, നമ്മുടെ അയിലയൊക്കെ നമുക്ക് ഫ്രോസൺ ആയിട്ട് തന്നെ കിട്ടും. പക്ഷേങ്കിൽ ചില ഫിഷസ് ഒക്കെ ഇവിടെ ലൈവായിട്ടുണ്ട്. ദേ ഇതാണ് ഞാൻ പറഞ്ഞ ലൈവ് ഫിഷ്. കണ്ടോ, ക്രാബൊക്കെ ഇതിനിപ്പോഴും ജീവനോടെ ഉണ്ട്. നിങ്ങളിന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ലോബ്സ്റ്റേഴ്സ് അവർ ആക്ച്വലി ഇത് സീന്നൊക്കെ എടുത്തിട്ട് ഒരു വലിയൊരു അക്വേരിയം ഉണ്ട്, അതിലോട്ടിട്ടിട്ട് ലൈക്ക് ജീവനോടെയുള്ള ഫിഷിനെ ഇട്ടിട്ട് നമുക്ക് ഏതാണോ ഫിഷ് വേണ്ട ആ സ്പോട്ടിൽ അവരത് എടുത്തിട്ട് അതിനെ നമുക്ക് കൊന്നിട്ട് തരികയാണ്. കണ്ടില്ലേ, ഒരുപാട് മീനൊക്കെ എപ്പോഴും അത് ജീവനോടെയുള്ള ഫിഷാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ നമ്മുടെ ഒരു നാടിൻ്റെ ഒക്കെ ഒരു ഫീല് വന്നു. ഇങ്ങനെ ചൂണ്ടയിട്ടിട്ടൊക്കെ മീനൊക്കെ എടുക്കാറില്ലേ, അതുമാതിരി ഒരു ഫീലിംഗ് ഒക്കെ വന്നു. ലൈക്ക് ഇത് ഫ്രഷ് ഫിഷസ് ഒക്കെയാണ്. ഇതൊക്കെ ക്ലാംസിൻ്റെ കുറേ വെറൈറ്റീസ് ഒക്കെയാണ്. ഇതെന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ആ ഫിഷ് കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. കണ്ടില്ലേ, അത് ഡെത്ത് ഫിഷും ഉണ്ട്, ലൈവ് ഫിഷസും ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും എന്നെ പ്രിയപ്പെട്ടമാക്കിയ ഒരു സെക്ഷനാണിത്. ലൈക്ക് നമ്മുടെ കപ്പയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും ഒരു TNT സൂപ്പർ മാർക്കറ്റ്, കാനഡയിലെ ആൾക്കാർ TNT സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മലയാളീസൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണ്. കാരണം നമ്മുടെ കുറച്ചും കൂടി ഒരു ഇന്ത്യൻ ടച്ച് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ മുരിങ്ങ ഇല വരെ അവൈലബിൾ ആണ്. മുരിങ്ങ ഇല ഉണ്ട്. പിന്നെ എൻ്റെ ഒരു 2 ഫേവറേറ്റ്, ഞാൻ കുറേ കാലം കാനഡയിൽ നിന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന 2 സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. എന്താണെന്നല്ലേ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ദേ ഈ കാണുന്ന ചീര ഞാൻ ഒരുപാട് തിരഞ്ഞു കേട്ടോ. പിന്നെ ഈ അച്ചിങ്ങ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള 2 വെജീസാണിത്. സോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പം ഓൾമോസ്റ്റ് നമ്മളൊരു 2 hours എങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും സാധനങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്കത് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി ഒരു വിസിറ്റൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ബില്ലിംഗ് ഒക്കെ ചെയ്യാറായി. അതുമാത്രമല്ല ഈ റെസ്റ്റോറൻറ്റിനുള്ളിൽ തന്നെ, ഈ ഷോപ്പിംഗ് മാർക്കറ്റിനുള്ളിൽ തന്നെ ചൈനീസ് ക്വിസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് അവർക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സോ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. കുറേ ഓപ്ഷൻസ് നമുക്ക് കിട്ടാനുണ്ട്. പിന്നെ ഇതൊക്കെയാണ് TNT സൂപ്പർ മാർക്കറ്റിൻ്റെ പ്ലസ് പോയിൻറ്റ്സ്.
പിന്നെ ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, വരുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് കവർ കരുതിക്കോളൂ. കാരണം ഇവിടുത്തെ കവർ എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, വളരെ ചെറിയൊരു കവറുമാണ്. അപ്പം ഒരു 3-4 കവേഴ്സ് എടുത്താലേ നമുക്കൊരു വീക്ക്ലി ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. ഇവിടെ മസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, പാർക്കിംഗ് ഫെസിലിറ്റീസ് ഓസം. ഓക്കെ, ഹ്യൂജ് പാർക്കിംഗ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. സോ അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. കണ്ടില്ലേ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ആണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഉള്ളത് സെറയിലാണ്, നമ്മൾ ആൽബർട്ട പ്രൊവിൻസിലോട്ട് മാറുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ. ബൈ.